ഉണ്ടാകുന്നതും ഇവിടുത്തെ സെക്യൂരിറ്റി അടക്കം നോക്കിക്കുമ്പോഴല്ലേ ആ കുട്ടി പരാതിയായി പോകുന്നതുമൊക്കെ. അത് മാത്രമല്ല, അന്ന് സാക്ഷിയായിട്ടുണ്ടായിരുന്ന ആൺകുട്ടികൾ പറയുന്നത് ഈ കേസ് ചെയ്ത മുറ്റത്ത് അന്ന് രാത്രി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി അടക്കം ഇരുന്ന് ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഇരുത്തി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു പറയുന്നു. അപ്പൊ പിന്നെ അങ്ങനെ കേസ് അറിഞ്ഞിട്ടില്ല, പോലീസ് വന്നപ്പോഴും അറിയുന്നത് പറയുന്നു. അപ്പോൾ അന്ന് ഞാനായിരുന്നു ജില്ലാ സെക്രട്ടറി, എന്റെ അടുത്തത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനത് വേണമെങ്കിൽ ആ പറഞ്ഞ ആൾക്കാരടുത്ത് ചോദിച്ചിട്ടുണ്ട്. അലിഗേഷൻ വന്നിട്ടുണ്ട്. ഇല്ല, സോറി, ഞാനിപ്പോഴാണ് അറിയുന്നത് അങ്ങനെ അലിഗേഷൻ ഉണ്ട്. അല്ല, ഇത് ആദ്യം സംസാരിച്ച് ഞങ്ങൾ കൂടെ ഉണ്ട്. ഇല്ലില്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ആദ്യത്തെ കംപ്ലൈന്റുള്ള കുട്ടിയെ പോലും കണ്ടിട്ടില്ല. നമ്മൾ അവരടുത്ത് സംസാരിച്ചു, ഞാൻ സംസാരിച്ചിട്ടില്ല. ഇനി അവരെ തെറ്റിദ്ധരിച്ച് വേറെ ആൾക്കാർ സംസാരിച്ചു എന്നും നമുക്കറിയത്തില്ല. അല്ല, ഇങ്ങനൊരു കാര്യമല്ല. ഈ ഇവിടുത്തെ ഒരു ചെറിയൊരു കശവിശ നടന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പറയുന്നതും. അതിന് പിന്നാലെയാണ് ഈ മറ്റ് പാരൻസ് ഒക്കെ വന്നിട്ട് ഇത് ക്ലിയർ ആയിട്ടുണ്ട്. അന്ന് നമ്മുടെ KCA സെക്രട്ടറി ഈ ഒരു വിഷയം അറിഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് ശ്രീജിത്തായിരുന്നു. ഇത് മറ്റ് പാരൻസ് എല്ലാം വന്നു കഴിഞ്ഞിട്ട് ഏതോ ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുക്കുകയും പിന്നെ വോയിസ് ക്ലിപ്പുകളും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തതും ഈ ഡീറ്റെയിൽ എല്ലാം വെച്ചിട്ട് നമ്മൾ പോലീസ് കമ്മീഷണർക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഈ പരാതി വന്നു, ഇവിടെ തമ്പാനൂരിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ആക്കി കൺട്രോൾമെന്റിലാക്കിയിട്ട് ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ പോലീസ് കമ്മീഷണർ അപ്പോൾ പരാതി കൊടുത്തു. ഇങ്ങനെ ഒരു നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പാരൻസ് ചിലപ്പോൾ ഇന്ന രീതി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കത്ത് ഞാൻ കാണിച്ചു തരാം. പരാതി ഉണ്ടായിരുന്നു. ഇപ്പം അനുവിന്റെ പരാതികൾ സംവിധാനങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം പോലീസ് സർട്ടിഫിക്കറ്റ് നടപ്പാക്കുന്നു, പിന്നെ ഫിനാൻസ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. അന്ന് ഇത് സെറ്റിൽ ആവുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നിങ്ങൾ നടപടി പരാതി എടുക്കാൻ? അതാണ് ഇപ്പൊ നേരത്തെ ജയേഷ് പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്ത് വന്ന ഒരു വലിയൊരു വീഴ്ച എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അത് തന്നെയാണ്. അതാണ് നമ്മുടെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയൊരു വീഴ്ച. ഇത് നോക്കുമ്പോൾ അന്ന് എന്തായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പരാതി ഇങ്ങനെ വരുന്നു. അപ്പോൾ മറ്റ് പാരൻസ് ഒക്കെ പറയുന്നു ഇത് എന്തോ സെലക്ഷൻ റിലേറ്റഡ് എന്തോ ഇഷ്യൂ ആണെന്ന് പറയുന്നു. ഈ പരാതിക്കാരിയായിട്ടുള്ള അവര് അധികം നാൾ ഇവിടെ വന്നിട്ടുള്ളവരല്ല, പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഇതറിയത്തില്ല. ഈ വന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന പാരൻസ് ഇല്ലെങ്കിൽ നമ്മളെല്ലാം എപ്പോഴും ഓഫീസിലോട്ട് വരുമ്പോഴൊക്കെ കാണുന്ന പാരൻസാണ്. ഈ ഫ്രണ്ടിൽ ആ സീറ്റിലൊക്കെ മിക്കവാറും പ്രാക്ടീസ് നടക്കുമ്പോൾ കാണുന്ന പാരൻസ് വരുന്നു, കുട്ടികൾ എന്ന് പറയുന്നു. എന്നിട്ട് അവര് പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ട് അവർ പോയിട്ട് ഇത് ഒരു തെറ്റായിട്ടുള്ള കംപ്ലൈന്റ് ആണെന്ന് പറയുന്നു. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മുടെ അടുത്ത് പറയുന്നു. അപ്പം നമ്മുടെയും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ സ്ഥിരം കാണുന്ന ആൾക്കാരുമാണ്, ഈ കുട്ടികളുമാണ്, ഇവിടെ സ്ഥിരമായി വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുമാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ വരിക. അവിടെയാണ് നമുക്ക് പറ്റിയ വീഴ്ച. അത് ഇപ്പം നമ്മളത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. കാരണം എന്നിട്ട് അല്ല, ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് നമ്മളത് കാണുമ്പോൾ അവരും ഒന്ന് പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് അധികം ഇതാകാതെ തന്നെ ബെയിൽ കിട്ടുന്നു. ഇത് കഴിഞ്ഞിട്ട് കോടതി അക്വിറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന് ഇപ്പോഴ് ഉള്ളൊരിത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അവരും ഇത് മാറി എന്തോ കോംപ്രമൈസ് ചെയ്തു, അതിനുള്ള പ്രൂഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ശരിക്കുമുള്ള കംപ്ലൈനന്റ് ആയിട്ടുള്ള ചില പാരൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തുള്ള പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് അക്വിറ്റൽ വരുന്നു. പിന്നെ ഇത് ഈ പൊതുവിനോട് അവിടെയാണ് നമുക്ക് പറ്റിയത്. ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും നാളായിട്ട് ഇവിടെ ഒരു ക്രിക്കറ്റിന്റെ ഒരു ഇതുമായിട്ട് നിന്ന ഒരാളാണ്, ഇല്ലെങ്കിൽ പണ്ട് മുതൽ ജൂനിയർ ഇതിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്, കോച്ച് ആയിട്ട് അങ്ങനെ ഒരു ഇത് വരുന്നു. പാരന്റ്സ് ഒന്നും അങ്ങനെ ഒരു കംപ്ലൈന്റ് അതിന് മുന്നേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇവിടെ കളിക്കുന്ന ഇവിടെ വരുന്ന സെന്ററിലുള്ള ആരും അങ്ങനെ ജയേഷിനോടാണ്. ജയേഷൻ 2022 കേസ് താങ്കൾ പറഞ്ഞു. ആ കേസിൽ ഈ മനുവിനെ കോടതി കുറ്റമുക്തമാക്കി. പക്ഷെ ആ ജഡ്ജ്മെന്റ് വായിച്ചാലറിയാം, ജഡ്ജ് കൃത്യമായി പറയുന്നുണ്ട് പരാതിക്കാരിയും ആ കുട്ടിയുടെ രക്ഷിതാക്കളും കൂടെ കളിച്ച മറ്റു കുട്ടികളും കോടതിയിൽ പോലീസിന് കൊടുത്ത മൊഴി മാറ്റി പറഞ്ഞ് അവർ ഹോസ്റ്റലായതുകൊണ്ട് മനുവിനെ വെറുതെ വിടുന്നു എന്നാണ് ആ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാവും അവർ അണ്ടർ പ്രഷറിൽ അവർ ഹോസ്റ്റലായെന്ന് മനസ്സിലാവും. ഈ ശ്രീജിത്താണ് സെക്രട്ടറി ശ്രീജിത്ത് ഒരു അഭിഭാഷകൻ കൂടിയാണത് ആണല്ലോ. ഒരു കോമൺ സെൻസ് മതിയല്ലോ. ഇപ്പോൾ പറയുന്നു അന്ന് ഈ കുറച്ച് കുട്ടികളും അവർ രക്ഷിതാക്കളും പറഞ്ഞുകൊണ്ട് മനുവിന് വീണ്ടും എടുത്തു, അത് പിഴവായി പോയി എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എന്തൊരു ന്യായമുണ്ട്? ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലേ? കാരണം ഒരു പോക്സോ കേസിലെ പ്രതിയെ പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്ത പ്രതിയെ അതേ ഏജ് ഗ്രൂപ്പുള്ള ഒരു ഗ്രൂപ്പിൽ തന്നെ വീണ്ടും കോച്ചിനെ നിയമിക്കുമ്പോൾ എന്ത് ധാർമ്മികതയുണ്ട്? അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസിന് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനർത്ഥം അന്നത്തെ KCA ഭാരവാഹികൾ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ അർത്ഥം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുമോ? ഇപ്പോൾ അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് മാത്രം കൈയൊഴി മാറാൻ പറ്റുമോ? പ്രത്യേകിച്ച് അഭിഭാഷകനായിരിക്കും സ്നേഹിത്. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ കൈ കഴുകിയതല്ല, നമ്മൾക്ക് പറ്റിയ ഒരു വീഴ്ച, വലിയൊരു വീഴ്ച. നമ്മൾ ഈ ഒരു എന്താ പറയുക, കുറേ വിനോദ് പറഞ്ഞ മാതിരി ഇവിടെ കുറച്ച് നാളുകളായിട്ട് പ്രാക്ടീസ് ചെയ്ത കുട്ടികളും പേരൻസും എല്ലാം വന്നിട്ട് പറയുമ്പോൾ നമ്മൾ ഞാൻ ഇന്നാണ് ഈ കോടതിയിലേക്ക് പോകുന്നത്. നാളെ നമ്മുടെ മീഡിയനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ സ്റ്റേഷനിലൊക്കെ പഠിച്ചത് തന്നെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിത് എന്താ പറയുക, കോടതി
അല്ലെങ്കിൽ കേസ് ചെയ്യാനകത്ത് പ്രതിയല്ല, അല്ലെങ്കിൽ ഇതുമല്ല ഒന്നാം രണ്ടാം പ്രതിയോ അല്ലായിട്ട് ചെയ്തിട്ടില്ല. കാരണം ഈ കുട്ടികളുടെ ന്യൂഡ് ഫോട്ടോ അയാൾ പകർത്തിയെന്ന് പറയുന്നത് അത് എന്തെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണം കേസിൽ പരാതി കൊടുക്കണ്ടേ? നിങ്ങളുടെ പ്രിൻസിൽ വെച്ചിട്ടല്ലേ ഇത്? അതാ ഞാൻ പറഞ്ഞത്, കൊടുത്തിട്ടുണ്ടോ പരാതി കേസിൽ? ഞാനതാ പറഞ്ഞത്. കൊടുത്തിട്ടുണ്ടോ കേസ് നമ്മൾ ഓൾറെഡി ഒരു പരാതി ഉണ്ടോ, അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ സഹകരിക്കുന്നുമുണ്ട്, നമ്മൾ അതിന് മാറി നിൽക്കുന്നില്ല. അത് പോക്സോ കേസല്ലേ? അതല്ലാതെ ഈ കേസിയുടെ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ചെയ്തികൾ ചെയ്തിട്ട് അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഇയാളുടെ മറ്റ് ബന്ധങ്ങളെ കുറിച്ചൊക്കെ അന്വേഷണം കൂടി പരാതി കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ സംശയമുണ്ടോ കേസിൽ? ഇത് നടന്ന് സംശയിക്കേണ്ടല്ലോ. ഒരു ഇത്രയും സംഭവങ്ങൾ, ഇത്ര കുട്ടികൾ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഈ ഒരു വിശ്വാസമാണ് അന്നും നമ്മൾ കാണിച്ചത്. അത് വിശ്വസിക്കാതിരിക്കാൻ ഇന്നും അന്നും ന്യായീകരണമുണ്ട്. പരാതി ഇല്ലെന്നാ ചോദിച്ചത്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അല്ലേ, അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം പോലീസിന്റെ, കുട്ടികൾ കൊടുത്ത പരാതിയാണ്. അതാ ഞാൻ പറഞ്ഞത്, കുട്ടികൾ കൊടുത്ത പരാതി ഉണ്ടല്ലോ, അതിനോട് സഹകരിക്കുകയാണല്ലോ കേസ് ചെയ്യേണ്ടത്. അതിനാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ CCTV അവർ ഇപ്രാവശ്യം വന്നപ്പോഴും നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുപോയി നോക്കി. അല്ലാതെ നമ്മൾ അതിനകത്ത് നിന്ന് മാറുന്നു. പരാതി വന്നതിന് ശേഷം നിങ്ങൾ ഈ പെൺകുട്ടികളെ പരിശീലിക്കുന്നത് മാറ്റം വരുത്തി ഒരു വനിതാ കോച്ചിനെ കൂടി ഉൾപ്പെടുത്തി. ആദ്യത്തെ മൊത്തം എത്ര കുട്ടികളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? മൊത്തം എത്ര പെൺകുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നു? എത്ര വനിതാ കോച്ചുണ്ട്? ഒരു വനിതാ കോച്ചാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു അറ്റ് എ ടൈം മാക്സിമം ഒരു 20 പേരൊക്കെയാണ് മാക്സിമം വരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളായിരുന്നു. ടോട്ടൽ ഒരു 20 പേരൊക്കെയാണ് മിക്കവാറും വരുന്നത്. അത് ഈ എന്താണ് ഒരു മറ്റേ റെഗുലറായിട്ട് ഒരു കുറച്ചധികം കുട്ടികളുള്ളതിൽ ഓരോ അവരുടെ സ്കൂളിൻ്റെ ഇതിനൊക്കെ അനുസരിച്ച് ചില ദിവസങ്ങളിൽ ചിലവരും, പിന്നെ ഈ സ്റ്റേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഹയർ ഇതിലൊക്കെ കളിക്കുന്ന കുട്ടികൾ ആയിരിക്കും കുറച്ചുകൂടെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഈ മനുവിനെ കുറിച്ച് മുൻകൂട്ടി ഒന്നും അറിയില്ലായിരുന്നു പറയുന്നുണ്ട്. ഈ മനുവിനെ 2022 കേസ് അല്ലാതെ മറ്റ് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ അല്ല, അതിപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴാണ് പറയുന്നത്. അല്ല, അവര് മറ്റൊരു കോച്ചിനെയൊക്കെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും കേസിയെ അറിയിക്കുന്നില്ല, കേസിയായിട്ട് യാതൊരു ബന്ധവും. അല്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് നമ്മളെ ആരും അറിയിച്ചിട്ടില്ല. മനസ്സിലാക്കുന്നത് 2017 മൊത്തം മനുവിനെതിരെ. അതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും. ഇല്ല, അല്ലാതെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോഴാണ് ഇങ്ങനെ പഴയ ഓരോന്നായിട്ട് സർഫസ് ചെയ്ത് വരുന്നത്. ഞങ്ങൾ അറിയുന്നത് അല്ല നമ്മളറിയുന്നത് ഇപ്പൊ ഇവിടെ ഏതാണ് നിങ്ങൾ ഈ സംഭവം പർട്ടിക്കുലർ ഡേറ്റ് എന്താണ്? ഈ ഇങ്ങനെ സംഭവം KCA നടന്നു അല്ലെങ്കിൽ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് KCA എന്നാണ് അറിയുന്നത്? അത് നമ്മുടെ അടുത്ത് പോലീസ് വന്നു. എന്നാണ് 2022 അല്ല, ഇപ്പൊ ഇപ്പോഴത്തെ കേസ് അല്ല, ആദ്യത്തെ കേസിൽ ഇങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ കേസിൽ അല്ല, ഇപ്പോഴത്തെ കേസ് അല്ല, അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. അങ്ങനെ അന്ന് പോലീസ് ചെയ്യുമ്പോഴും നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ഇഷ്യൂ ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ കേസ് നിങ്ങൾ എന്താ അറിയുന്നത്? ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഒരു പോലീസ് വരുന്ന 10-ാം തീയതിയോ അങ്ങനെ ഇതൊരു ദിവസമാണ് വരുന്നത്. എക്സാക്ട് ആയിട്ട് ഒരു പേരെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, അതിന് തൊട്ട് മുമ്പ് പോലീസിലും ഇതും പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ആദ്യം ഈ ചൈൽഡ് ലൈനിൽ വിളിച്ച് പറഞ്ഞ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും വന്ന് അവിടെ പറഞ്ഞിരുന്നു. അവിടെ കൗൺസിലിംഗ് ഇത് കഴിഞ്ഞു, അവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. എന്നിട്ട് ഇത് പോലീസിൽ ചെയ്തിട്ടുണ്ടെന്ന് അവർ വന്ന് പറഞ്ഞു. അതിന് ഒരു മാസം അല്ല, അതിന് നെക്സ്റ്റ് ഡേ ആണ് പോലീസ് വരുന്നത്. അതിന് നെക്സ്റ്റ് ഡേ പോലീസ് വന്നിട്ട് അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽ ചോദിച്ചു പറഞ്ഞു. പോലീസ് ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നിട്ട് അവർക്ക് ഈ ഏതോ ഒരു സമയത്തോളം അവരുടെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊടുക്കണമെന്ന് നോക്കി. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ അസോസിയേഷനിൽ നിന്ന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇവിടെ എത്രയും വർഷങ്ങളായിട്ട് വരുന്ന ഇവിടെ ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ ഉണ്ട്. ആ ഫോമുകൾ മുഴുവൻ കൊടുക്കണം. നമ്മൾ അത് മുഴുവൻ കൊടുത്തു. അതിനുശേഷം പിന്നെ വീണ്ടും പോലീസ് വന്നിട്ടുണ്ട്. വേറെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം ഒരു പിതാവ് മെയ് 5-ാം തീയതി ഞങ്ങൾക്ക് പരാതി അയച്ചിട്ടുണ്ട്. KCAക്ക് വൈകുന്നേരം 8:40 മെയിലിലേക്ക് സെക്രട്ടറിയുടെ മെയിലിലേക്ക് മെയ് 5-ാം തീയതി രാത്രി 8:40 പേരിൽ ഒരു പരാതി അയച്ചിട്ടുണ്ട്. അവിടെ രേഖ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ മെയിൽ പോലും കണ്ടിട്ടില്ല എന്നാണ്. മെയ് 5-ന് ഏപ്രിലിൽ നടന്നിട്ടുള്ളത് മറുപടി കൊടുത്തത് അതായിരിക്കും ഏപ്രിൽ 19-ാം തീയതി. പക്ഷേ ഞാനൊന്ന് പറയാം, ഇതൊന്ന് ഞാൻ ഈ നമുക്ക് തന്ന പരാതി, മെയിൽ വന്ന പരാതി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹറാസ്മെന്റ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടല്ല. അത് നേരത്തെ ജയേഷ് പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ കോച്ചിങ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തന്നിട്ടുണ്ട്. ഇങ്ങനെ എന്തോ വിരലിലൊക്കെ ഇത് ബൗൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ബോൾ ഫാസ്റ്റായിട്ട് എറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏപ്രിൽ 19-ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് തരികയും പിന്നെ അത് നമുക്ക് തരികയായിരുന്നു. അതുപോലെ അത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇയാളുടെ അടുത്ത് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ അറിവിലുള്ളത്. അല്ലാതെ അതിൻ്റെ കോപ്പി ആയിരിക്കും
നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടുള്ളത്. ഇന്റേണൽ കമ്മിറ്റി